നാട്ടിൽ വെളുത്ത വീടെന്ന് വിളിക്കുന്ന ഒരു പഴയ മന. ആ വീട് കടന്നുപോകുമ്പോൾ രാത്രി ആരും തിരിഞ്ഞു നോക്കാറില്ല. കാരണം ഒന്നുതന്നെ, അവിടെ നിന്ന് വിളക്ക് കത്തുന്നുണ്ട്, ആളില്ലെങ്കിലും. അജു നഗരത്തിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് ഒരാഴ്ചത്തേക്ക്. പഴയ അമ്മാവന്റെ വീട്ടിൽ താമസം. ആ വീടിനോട് ചേർന്നാണ് ആ വെളുത്ത വീട്. ആദ്യ രാത്രി തന്നെ അജു ശ്രദ്ധിച്ചു. വെളുത്ത വീട്ടിലെ ജനലിലൂടെ മങ്ങിയ മഞ്ഞ വെളിച്ചം. ആരും ഇല്ലാത്ത വീട്ടിൽ വിളക്കോ? അവൻ അമ്മാവനോട് ചോദിച്ചു. അമ്മാവൻ ചിരിച്ചില്ല. പകരം ശബ്ദം താഴ്ത്തി പറഞ്ഞു, അവിടെ ആളില്ല, പക്ഷേ ആരോ ഉണ്ട്. അജു ചിരിച്ചു തള്ളി. പക്ഷേ അർദ്ധരാത്രിയിൽ ഠക് ഠക് ഠക്. ജനലിൽ ആരോ നഖമിടിക്കുന്ന ശബ്ദം. അജു കണ്ടു തുറന്നു. വെളിച്ചം മുറിയിലേക്ക് വീഴുന്നു. വെളുത്ത വീട്ടിലെ വിളക്ക് കൂടുതൽ തെളിഞ്ഞിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി. അവിടെ ജനലിനുള്ളിൽ ഒരു പെൺകുട്ടിയുടെ രൂപം. മുടി മുഖം മുഴുവൻ മറച്ചിരിക്കുന്നു. വെളുത്ത സാരി. അവൾ കൈനീട്ടി വിളിച്ചു. അവൻ പടികളിറങ്ങി. വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ശരീരം അവന്റേതല്ലെന്ന പോലെ. വെളുത്ത വീട്ടിന്റെ വാതിൽ സ്വയം തുറന്നു. അകത്ത് കനത്ത തണുപ്പ്. വിളക്കിന്റെ മങ്ങിയ വെളിച്ചം മാത്രം. അകത്ത് കയറിയപ്പോൾ ചുമരിലൊരു പഴയ ഫോട്ടോ. അവന്റെ അമ്മാവൻ. പിന്നിൽ അതേ പെൺകുട്ടി. തീയതി 1998. അജു തിരിഞ്ഞു. പെൺകുട്ടി അടുത്ത്. അവൾ പതുക്കെ പറഞ്ഞു, നീ വന്നതിന് നന്ദി. ഇനി ഇവിടെ നീയുണ്ടാകും. പെട്ടെന്ന് വിളക്കണഞ്ഞു. ഇരുട്ട്. രാവിലെ വെളുത്ത വീട്ടിലേക്ക് നോക്കി. ഇന്ന് വിളക്കിന്റെ വെളിച്ചത്തിൽ ഒരാൺകുട്ടിയുടെ രൂപം കൂടി. അജുവിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി കാത്തിരിക്കും പാർട്ട് 2. വിനായി അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ